ഹലോ ഫ്രണ്ട്സ്, അലിൻ്റെ മനോലി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവരെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വൈജയെ കാണാൻ വേണ്ടി നമ്മുടെ കമൽ വന്നേക്കാണ്. കമൽ വന്നിട്ട് ചോദിക്കും എന്നാ അപ്പം കമലിനെ ഒരുമാതിരി നോക്കുന്നുണ്ട് വൈജ. എന്താ വൈജ നീ അങ്ങനെ നോക്കുന്നത്? അല്ല, തലയിൽ കെട്ട് മുറിവ് അതൊക്കെ എന്ത് എനിക്ക് മുറിവ് കെട്ടൊക്കെയോ എനിക്ക് മനസ്സിലാവുന്നെന്ന് പറയാം. അല്ല, കമലേടത്തിൻ്റെ തല മുറിഞ്ഞതാട്ടിൽ ഞാൻ നീ സ്വപ്നം കണ്ടാണെന്നോ? ഓ, സ്വപ്നമല്ലേ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു തേങ്ങ വന്ന് വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ വന്ന് തല വീണിട്ട് തല പൊട്ടിയിട്ട് തേങ്ങ മാങ്ങ ചക്ക ഒന്നുമില്ല. കാരണം വീട്ടിലെങ്ങാണ്ട് പണ്ടെങ്ങാണ്ടൊരു തേങ്ങ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ വന്ന കാര്യം എന്തായാലും വന്ന കാര്യം വേറെ ഒന്നുമില്ല. ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്ന വേറെ എങ്ങോട്ടും പോയപ്പോൾ വന്നായിരിക്കുന്നത്. ഇല്ലടേ, നിന്നെ കാണാൻ തന്നെ വന്നാന്നൊക്കെ പറഞ്ഞ് കമല പറയണം. എന്തായാലും വിശേഷം. പിന്നെ നീ അറിഞ്ഞായിരുന്നോ? അതായത് രോഹിത് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. അവർ ആ പെണ്ണ് പറഞ്ഞു അന്ന് അറിഞ്ഞായിരുന്നു പറഞ്ഞു. അതൊന്ന് ചുമ്മാ തന്നെ. കാരണം ഞാൻ ഒന്നും കുറ്റക്കാരനല്ല. ഏത് നേരം ഇങ്ങനെ ഈ നാട് ചുറ്റിയും ഊര് ചുറ്റിയും പിന്നെ ഭയങ്കര അലമ്പം കാണിച്ച് നടക്കുന്ന അവന്മാരൊക്കെയാണ് തെറ്റ് ചെയ്യാത്തത്. അത് തെറ്റുകാരനല്ല, ചുമ്മാ പറയുന്നതായിരിക്കുന്നത്. എന്തേലും ആട്ടെ എന്ന് പറയും. വൈച്ചാൽ എന്തേലും ആട്ടെ തന്നെ. പിന്നെ ഒരു കാര്യം പറ്റേ, ഇപ്പം കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ് ഇപ്പം ആ കൊച്ചു മൊഴി കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പം നീ ഒരു കാര്യം ചെയ്യുമോ? എനിക്ക് വേണ്ടി നീയും ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചു. സംസാരിക്കാമെന്ന് എനിക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ നീ കൃഷ്ണമോളും അലീനയും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരുടെ കൂട്ടായതുകൊണ്ട് അപ്പം എങ്ങനെ നീ ഒന്ന് സംസാരിച്ച് സെറ്റാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ബബിതയോടോ അല്ലെങ്കിൽ പറഞ്ഞ് ബബിതയോടൊന്നും പറഞ്ഞ് കേൾക്കത്തില്ല. പക്ഷേ അങ്ങനെ കൃഷ്ണമോളോട് പറയുകയാണെങ്കിൽ അങ്ങനെ വേണമെന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുമ്പോൾ അലീനോട് ഡയറക്റ്റ് സംസാരിക്കില്ല. അലീനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷേ കൃഷ്ണമോളോട് പറഞ്ഞിട്ട് അങ്ങനെ നോക്കാം എന്നുള്ള ഇത് പറയണേ. പിന്നെ വേറെ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നല്ല, അലീനയും അലീനയും ബാലിഞ്ചനും കൂടെ എറണാകുളത്തേക്ക് പോയതുകൊണ്ട് ഈ കേസിൻ്റെ കാര്യത്തിലാണ് പോയെന്ന് പറഞ്ഞ്. അത് കേസിൻ്റെ കാര്യത്തിനോ? അത് കേസിൻ്റെ കാര്യത്തിലോ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആയിരിക്കും, ചുമ്മാ കറങ്ങാൻ വേണ്ടി. അതല്ല, അവർ രണ്ട് അച്ഛനും മകളും അല്ലെന്നുണ്ട്. അതിപ്പോൾ എറണാകുളം ആൾക്കാർക്ക് അറിയത്തില്ല, എന്തെങ്കിലും കാണിച്ചു കൂട്ടായിരുന്നൊക്കെ വായിച്ച് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും നീ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വെക്കുവാണ് നമ്മുടെ അല്ല കമല. അത് കഴിഞ്ഞ് അടുത്ത സീൻ കണ്ടുമ്പോഴത്തേക്ക് അലീനയും വാലഞ്ചനെ കുറിച്ച് ചെന്നാണ് മാമച്ചൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരോട് സംസാരിക്കുന്നുണ്ട്. മാമച്ച ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് കയറുവാണ്. അകത്ത് വിളിച്ച് സംസാരിച്ച് എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു കയറുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മാമച്ചൻ പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി നിങ്ങളെവിടെയോ കണ്ടു പരിചയമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടു പരിചയമുണ്ടോ? ശരിയാ, എന്ത് എങ്ങനെയാണ് പാലയിലായ സംഭവം? അല്ല, കടയും കാര്യങ്ങളെല്ലാം പാലയിലല്ലേ? അതെ, പാലയിൽ എവിടെയായിട്ടാ? ഇന്ന സ്ഥലത്താണ്. ഓക്കെ, ശരി. അപ്പം വേറെന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം എൻ്റെ പെങ്ങളെ എവിടെ കെട്ടിച്ചത്? എൻ്റെ അളിയും പെങ്ങളൊക്കെ അവിടെ താമസിക്കുന്നതെന്ന് പറയും. അപ്പം ബേബി അത് ഏതാ ആൾക്കാരുടെ പേരും എല്ലാം അറിയാം. അല്ല, വീട്ടുപേര് തുണ്ടത്തിൽ എന്നാണ് പറയുന്നത്. തുണ്ടത്തിൽ ആൾക്കാർ വീട്ടിൽ നമ്മളെ ഷോറൂമിൽ വരാറുണ്ട്. അവരോട് നല്ല പരിചയമൊക്കെ ഉള്ളതെന്ന് പറയാം. ശരി. പിന്നെ വേറെ വിശേഷം എന്നാ? ഇപ്പം നമ്മുടെ രോഹിത് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ കുറ്റക്കാരനല്ലാത്തതുകൊണ്ട് എങ്ങനെയും അതിൽ നിന്നും ഒഴിഞ്ഞു മാറ്റണം അവനെ. കാരണം കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനല്ലെന്ന് ഓൾറെഡി ആ കൊച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കൊച്ചിൻ്റെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും നമ്മൾ എന്തെങ്കിലും അത് ചെയ്തേ പറ്റുമെന്ന് മാമച്ചനോട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ആലോചിക്കും, എന്തെങ്കിലും ചെയ്യും, എന്താ മാർഗമുള്ള. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ അലീനെ ഇറക്കിയതുപോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശരി നോക്കാം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുക അലീന വരുവാണ്. അലീനയും ഒക്കെ പറയുമ്പോൾ ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ചായ കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറയുക മാമച്ചൻ പറയുക നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കാരണം അപ്പോൾ അലീന പറയാം, ഇതാ ഗേസി എന്ന് പറയാം, ഇതാ നമ്മുടെ കൊച്ച് അലീന. കാരണം ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നത് ഈ കൊച്ചിനെയാണ് എന്നൊക്കെ പറഞ്ഞ് മാമച്ചൻ്റെ മുമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രേസിയൊക്കെ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പറയാം അലീനയും പറയുന്നുണ്ട് വളരെ ഉപകാരം ഞങ്ങൾക്ക് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അടുത്ത പറയാം. അപ്പോഴത്തേക്ക് മാമച്ചൻ പെട്ടെന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നുള്ള രീതി പറഞ്ഞ്, അതായത് മാമച്ചൻ്റെ മരുമോൻ്റെ അപ്പനാണല്ലോ DYSP. അപ്പോൾ മരുമോനെ വിളിക്കുകയാണ്. മാമച്ചൻ വിളിക്കുകയാണ്, മോനെ ഞാനാണ്, അപ്പച്ചനാണ്. എന്താ അപ്പച്ച? ഇന്ന പോലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വേണ്ടപ്പെട്ട മറ്റേ അലീനയില്ല, കൊച്ചിൻ്റെ ആങ്ങളച്ചെറുക്കൻ ഇങ്ങനൊരു
ഒരു സിറ്റുവേഷൻ നിൽക്കുവാണ്. അവൻ തെറ്റുകാരനല്ല, ഇത് ഭയങ്കര വൈറലായിട്ടൊരു കേസാണല്ലോ. അപ്പോൾ അവൻ അവിടെ നിന്ന് എങ്ങനെയും ഊരിക്കൊണ്ട് വരണം, എങ്ങനെയും നമ്മൾ രക്ഷപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ശരി. അപ്പം മീര നമുക്കത് ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആണോ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് വരാം, ഒരുമിച്ച് ഇന്ന് സംസാരിക്കാം എന്നൊക്കെ പറയുന്നത്. എൻ്റെ മീര എന്ത് ചെയ്യും ചോദിച്ചു. മീര അവളിവിടെ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആണോ, ഓ ശരി, അവളെ ഞാൻ വരുന്നുണ്ട്, വന്നിട്ട് നമുക്ക് എല്ലാവരും ഒരുമിച്ച് കണ്ട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ശരി എന്നൊക്കെ പറയുന്നുണ്ട്, അറിവ് വെക്കുന്നുണ്ട്. അപ്പം ബാലചന്ദ്രനും അലീനെ പറയാം വളരെ ഉപകാരം, നമുക്ക് നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മാമച്ചൻ പറഞ്ഞാൽ നമുക്ക് അന്ന് ഇപ്പം തന്നെ ഇറങ്ങാം. ഇപ്പം തന്നെയോ? അതെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണം, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങി അങ്ങോട്ട് പോയി സംസാരിക്കുക എന്നുള്ള രീതി അവർ ഇറങ്ങുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് കാണിക്കുന്ന സീൻ വൈജയുടെ അടുത്താണ്. വൈജ പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് ബബിത വരിക. ബബിത വന്നിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര രൂക്ഷമായിട്ട് നമ്മുടെ വൈജ നോക്കുവാണ് ബബിതനെ. ഇന്നെ നമ്മൾ എങ്ങനെ നോക്കുന്ന അല്ല, നീ ജീവനോടെ ഉണ്ടോ, നിനക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പറയാനോ അറിയാനോ ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. അല്ല, അത് വല്ലാണ്ട് പതുങ്ങി ഇരിക്കുകയാണ്. ആ സമയത്ത് വൈജു ചോദിക്കുന്നുണ്ട്, അതായത് നിൻ്റെ കാര്യത്തിലേ ഇന്ന് എറണാകുളത്തേക്ക് പോയതായിട്ടുള്ള അലീനെയും ബാലേന്ദ്രൻ്റെ കാര്യം നീ എന്താ പറയാതിരിക്കുന്നത് ചോദിച്ചു. ഓ, അത് ഇപ്പം എറണാകുളത്ത് അത് ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടി പോയതല്ലേ എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെ കാര്യത്തിന് വേണ്ടി അവർ ചുമ്മാ പോകുന്നില്ല, കറങ്ങാൻ പോകുന്നല്ല, അങ്ങനെ എന്തെങ്കിലും അവർ ചുമ്മാ പോയത് തന്നെ എന്നുള്ള രീതിയിൽ വൈജ പറയുമ്പോഴത്തേക്ക് പറയാം, അമ്മ എന്തേലും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ട് നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യുന്നത്. അവർ പോയി ഇപ്പം ചേട്ടൻ്റെ കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തു വേണം നല്ലതല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അവരെന്തേലും കാണിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അമ്മ എന്തിനാണ് ഇങ്ങനെ ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്, കാരണം അമ്മ അപ്പോൾ ഡൈവോഴ്സ് ചെയ്ത് നിൽക്കുന്നില്ല, ഡൈവോഴ്സ് പേപ്പറിൻ്റെ സൈനൊക്കെ ചെയ്ത് നിൽക്കുന്നില്ലേ, പിന്നെ അമ്മ അതിനെക്കുറിച്ച് പറയണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പേപ്പറും കാര്യങ്ങളും സൈൻ ചെയ്തെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതിൻ്റെ ബാലചന്ദ്രൻ ഇപ്പോൾ ഒഫീഷ്യലി ഇപ്പോഴും ഞാൻ ബാലചന്ദ്രൻ്റെ വൈഫാണ്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് അന്വേഷിച്ചേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒന്നാതെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അമ്മ ഇറങ്ങി തിരിച്ചെന്ന് പറഞ്ഞാൽ വൈഫല്ല എന്നുള്ള രീതി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള രീതി പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം പറയും കൃഷ്ണമോൾ എന്താ വെച്ചാൽ അവൾ വീട്ടിലുണ്ടെന്ന് പറയാം. അപ്പം നിനക്കോ കൃഷ്ണമോൾക്ക് ഒന്നും വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലേ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാൻ വിട്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന സീനാണ് നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങൾ ഇന്ന പോലെ പുതിയ പുതിയ വിശേഷങ്ങൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.